ലോകം മുഴുവൻ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിവാദമായിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ വിവാദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇന്ത്യയിലെ ബ്രാഹ്മിൻസ് ആർ പ്രോഫിറ്ററിങ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻസിന് ലാഭം കൊയ്യുകയാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ചെലവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ നിങ്ങളാരും വിചാരിച്ച് കളയരുത് ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറഞ്ഞതാണെന്നല്ല. ഇത് പറഞ്ഞിട്ടുള്ളത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സീനിയർ ട്രേഡ് അഡ്വൈസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ നവാരോ എന്നാണ്. നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം US പ്രസിഡൻറ്റിൻ്റെ ട്രംപിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എയ്ഡാണ്. അപ്പോൾ അദ്ദേഹം ഈ പ്രസ്താവന നടത്താൻ കാരണമായ കാര്യങ്ങളിലേക്ക് നയിച്ച സാഹചര്യം നമുക്കറിയാമല്ലോ. ഡൊണാൾഡ് ട്രംപ് 50% തീരുവ, 25%, പിന്നെ 100% പിഴ തീരുവയും അടക്കം 50% തീരുവ നേരത്തെ ഉള്ളത് കൂടാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കോണമി അതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കരകയറൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചൈനയുമായിട്ടും റഷ്യയുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കിയാലും വ്യാപാരം തുടങ്ങിയാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന വിവാദം. അത് മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാഷണൽ മീഡിയാസൊക്കെ ഏതാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും വലിയ ചർച്ചയാക്കാൻ അവർക്ക് പോലും വലിയ താല്പര്യമില്ല. കാരണം ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മുഴുവൻ വായിച്ചാൽ അത് ചർച്ചയാക്കിയാൽ BJPക്കൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യമാണ്. കാരണം അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മിൻസിനാണ് ഇതുകൊണ്ട് ലാഭം കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ആർക്കാണ് ലാഭം കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അത് ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യൻ മീഡിയകൾക്കൊന്നും വലിയ താല്പര്യമില്ല. മലയാളത്തിൽ പിന്നെ അറിഞ്ഞിട്ട് പോലുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ കാസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്. ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഇടപെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ കാസ്റ്റിസത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്ന പീറ്റർ നവാരോ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നൊരു വാദവും കൂടിയുണ്ട്. അത് പറഞ്ഞാലും BJPയുടെ ഒരു നെറേറ്റീവിലേക്ക് അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ചർച്ചയാകാത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ പീറ്റർ നവാരോ പറഞ്ഞത് അതല്ല. ആർക്കാണ് ലാഭം കിട്ടുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ വരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിനു മുമ്പ് പീറ്റർ നവാരോ പറഞ്ഞത് ഇത് ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ കാസ്റ്റിസത്തെക്കുറിച്ചോ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്കോ ഒന്നും അദ്ദേഹം ഇടപെട്ടതല്ല. ഇത് 1960-കൾ മുതൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഒരു വേർഡാണ്. അതെന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് എന്ന് പറയുന്നൊരു വാചകം. ആ വാചകത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ബോസ്റ്റൺ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രയോഗമുണ്ട്. ആ ബോസ്റ്റൺ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് വർഷങ്ങളായി അവിടുത്തെ ഒരു എലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റന്റ് ഫാമിലീസ് അവർ ഈ പറയുന്ന പോലെ ഒരു ഡോമിനേറ്റ് ചെയ്തിരുന്നു. ഒരു ബോസ്റ്റണിലെ വെൽത്തിനെയും പൊളിറ്റിക്സിനെയും അതുപോലെ തന്നെ കൾച്ചറിലേക്കൊക്കെ നൂറ്റാണ്ടുകളായി അവർ ഡോമിനേറ്റ് ചെയ്തിരുന്നു. ആ ഡോമിനേറ്റ് ചെയ്തതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് പറഞ്ഞാൽ ഒരു എലൈറ്റ് ക്ലാസ്സിനെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ റിഫൈനറീസ് ആർ ആക്ടിങ് ആസ് എ ലോൺട്രാമാറ്റ് ഫോർ ക്രെംലിൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ പറയുന്ന റിഫൈനറികളെല്ലാം തന്നെ ക്രെംലിൻ്റെ അലക്കുശാലകളായി. ക്രെംലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മോസ്കോയിൽ അവരുടെ ഭരണസിരാ കേന്ദ്രമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അധികാര കേന്ദ്രമാണ് റഷ്യയിലെ. ആ ക്രെംലിനെ തന്നെ ഒരു അലക്കുശാലകളായി ഇവിടെ പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ ചില വസ്തുതകളുണ്ട്. എന്ന് പറയുന്നത് അലക്കുശാലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു. ആ ഓയിൽ നമുക്ക് വില കുറച്ച് കിട്ടുന്ന ഓയിൽ നമ്മൾ ഇവിടെയുള്ള റിഫൈനറികളിൽ നമ്മൾ ശുദ്ധീകരിച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ ലാഭം കിട്ടുന്നു. ഏതാണ്ട് 2 കമ്പനികളാണ് അതിനകത്ത് വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് നയാരയാണെങ്കിൽ ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ അതിൽ ഈ നയാരയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊരു എപ്പിസോഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഈ നയാര എന്ന് പറയുന്നത് ആ കമ്പനി, ഈ 2 കമ്പനികൾ കൂടി ഏതാണ്ട് $17 ബില്യൺ അതായത് ഒരു 1700 കോടി US വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോളർ എന്ന് പറയുന്നത് 87 ആണ്. അപ്പോൾ 17,000 ഇൻറ്റു 87 കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വലിയ എമൗണ്ടുകൾ ലാഭമുണ്ടാക്കുന്നുണ്ട് ഈ കമ്പനികൾ എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് പീറ്റർ നവാരോ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് ജനത്തിന് പ്രയോജനമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ടാക്സുകളുടെ രാജാവാണ്, മഹാരാജ ഓഫ് ടാക്സസ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് അത്തരത്തിൽ ടാക്സ് വലിയ തോതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കുകയായിരുന്നു. അമേരിക്കയിൽ വിറ്റഴിക്കുമ്പോൾ അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ടാക്സ് പേയേഴ്സിനൊക്കെ ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലുള്ള ഒരു ജനവികാരവും അനുകൂലമായിട്ട് ഉയർത്താൻ പീറ്റർ നവാരോ ശ്രമിച്ചിട്ടുണ്ട്. പീറ്റർ നവാരോ പറയുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ തന്നെ
ശരിയായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യൻ ജനതയെ കൂടി ഉദ്ബോധിപ്പിക്കാനാണ് ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ നയാര എന്ന് പറയുന്ന കമ്പനിയിൽ 48.3% എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ റഷ്യൻ ചില ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണത്. ആ കമ്പനി അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ടുകൂടിയാണ് ഇത് റഷ്യയുടെ അലക്കുശാലയായി മാറുന്നു എന്ന് പറയുന്ന ഒരു വാചകം അദ്ദേഹം എടുത്തിട്ടുള്ളത്. കൂടാതെ റിലയൻസിൻ്റെ ഗ്രൂപ്പാണ് മറ്റേതുള്ളത്. ഈ നയാരയെ കുറിച്ച് കൂടുതൽ പറയാത്തത് അതിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കുറച്ച് കമ്പനി എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻസും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 48.3% ഒരു പാർട്ടിക്കും 48.3% വേറൊരു പാർട്ടിക്കുമാണ്. ഇതിൽ ചില ആളുകളൊക്കെ തന്നെ അവർ ഒരു ഇൻവെസ്റ്റേഴ്സാണ്. ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗമായി അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ലാഭം കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. കേൾക്കാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. രണ്ടാമത്തേത് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഒന്ന് നയാരാണെങ്കിൽ രണ്ടാമത്തേത് നമുക്കെല്ലാം അറിയുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും വലിയ റിഫൈനറി എന്ന് പറയുന്നത് ജാംനഗറിലാണ്, ഗുജറാത്തിൽ തന്നെയുള്ളതാണ്. ആ റിഫൈനറി എന്ന് പറയുന്നത് 1999 തുടങ്ങിയതാണ്. 2008 അതിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടി കൂട്ടി. ആ കപ്പാസിറ്റി കൂട്ടിയപ്പോൾ അവിടെ വന്നിട്ടുള്ളത് 1.24 മില്യൺ ബാരൽ പ്രോസസ്സ് ചെയ്യാവുന്ന റിഫൈനറിയാണ്. എന്ന് പറഞ്ഞാൽ 12,40,000 ബാരൽ ആണ് അവിടെ ഒരു ദിവസം എന്ത് ചെയ്യാൻ കഴിയുന്നത്, പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നത്. അതാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്റർ ആണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ എത്ര ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മതി 12,40,000 ബാരൽ ഇൻറ്റു ഈ പറഞ്ഞ 159 എന്ന് വിട്ടാലേ നമുക്ക് ലിറ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും വലിയ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് ഈ പറയുന്ന പോലെ ജാംനഗറിലുള്ളത്. അപ്പോൾ ജാംനഗറിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറിയാണത്. അപ്പോൾ അത്തരം റിഫൈനറികളിൽ നിന്നാണ് ഇത് ലാഭം കൊയ്യുന്നത്. അതുകൊണ്ട് അവർ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു, ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തന്നെ തർക്കം ഉണ്ടാവില്ല. ഇതുമായി കൂട്ടിച്ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ ഒരു രാഷ്ട്രത്തലവനെ സ്വീകരിക്കുന്നത് പോലെയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ചുവപ്പ് വരവധാനി വിളിച്ച് സ്വീകരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ട്രംപിൻ്റെ മക്കളൊക്കെ തന്നെ പാകിസ്ഥാനിൽ ചില ബിസിനസ് ഡീലിങ്ങൾക്ക് വേണ്ടി വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപിന് പാകിസ്ഥാനിൽ ചില ബിസിനസ്സുകൾക്ക് അസിം മുനീറിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സാധാരണ ഒരു രാഷ്ട്രത്തലവനെയൊക്കെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അസിം മുനീറിനെ സ്വീകരിച്ചതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ പേരിന് ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് പട്ടാളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രകടമായി ട്രംപിനെ പോലെ ആരും അങ്ങനെ കാണിക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അസിം മുനീർ തന്നെ അമേരിക്കൻ വിസിറ്റിനൊക്കെ ശേഷം വന്ന് പറഞ്ഞ മറ്റൊരു വാചകവും കൂടി നമ്മൾ ഓർത്തിരിക്കണം. അസിം മുനീർ പറഞ്ഞത്, അടുത്ത തവണ ഞങ്ങളൊരു ആക്രമണം ഉണ്ടായാൽ ആക്രമിക്കാൻ പോകുന്ന ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ജാംനഗറിലെ റിലയൻസിൻ്റെ റിലയൻസിൻ്റെ റിഫൈനറി ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റഷ്യ ഇന്ത്യ ഉപയോഗിച്ച് വലിയ തോതിൽ ലാഭമുണ്ടാക്കുന്നുവെന്നും ആ ലാഭം യഥാർത്ഥത്തിൽ ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇന്ത്യ യുദ്ധത്തെ സഹായിക്കുകയാണെന്നുമൊക്കെയുള്ള അമേരിക്കയുടെ നരേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനയാണ് അസിം മുനീർ പോലും നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ നമ്മുടെ ചില പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പോലും ഈ ബോസ്റ്റൺ ബ്രാഹ്മിൺസ് എന്നൊക്കെ പറയുന്ന പ്രയോഗം അറിയാത്തത് കൊണ്ട് അവർ നേരെ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെയും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്കുമൊക്കെ അവർ ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമുണ്ട് എന്നുള്ള നിലക്ക് ഈ പറയുന്ന പോലെ ചില പ്രസ്താവനകൾ നടത്തുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. പിന്നെ ഇതിലൊന്നും പുതുമയില്ലാത്ത കാര്യങ്ങളാണ്. കാരണം RRRലെ പാട്ടിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള കീരവാണി ഞാൻ മ്യൂസിക് പഠിച്ചത് കാർപ്പൻറ്റേഴ്സിൻ്റെ അടുത്തുനിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ നേരെ എടുത്ത് ഉളിയും കൊട്ടുപടിയൊക്കെ ഉപയോഗിച്ചിട്ട് കാർപ്പൻറ്റേഴ്സ് പണി ചെയ്യുമ്പോഴുള്ള മ്യൂസിക് കേട്ടാണ് കീരവാണി മ്യൂസിക് പഠിച്ചത് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു കാർപ്പൻറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ബ്രദർ സിസ്റ്ററിനെ കുറിച്ചുള്ള വലിയ പാട്ടുകാരെക്കുറിച്ചുള്ള കമൻ്റ് ആയിരുന്നു എന്നൊക്കെയുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അറിയാതെ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്ത് നമ്മുടെ മാധ്യമങ്ങളും
ചാനലുകളും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പല വിശദാംശങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് കീരവാണി മ്യൂസിക് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് മരപ്പണി എടുക്കുന്ന ആളുകളിൽ നിന്നായിരുന്നു എന്നൊക്കെയുള്ള വിശദമായ കുറിപ്പുകളൊക്കെ വന്നിരുന്നു. ഏതാണ്ട് ഇപ്പോൾ ബോസ്റ്റൺ ബ്രാഹ്മിൻസിൻ്റെ കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള കുറിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് സവിനയം പറഞ്ഞു എന്ന് മാത്രം. ചിരി അടക്കാൻ പറ്റാത്തത്, ഒരു കാർപ്പൻറ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ അവരൊരു മ്യൂസിക് ബാൻഡായിരുന്നുവെന്നും അതിൽ ഈ പറയുന്ന പോലെ ബ്രദറും സിസ്റ്ററും ഒക്കെ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു എന്നുമൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള റിസർച്ച് ടീമും വലിയ വലിപ്പവും ഒക്കെയുള്ള മാധ്യമങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം. അത് ചിലപ്പോൾ നാളെ എനിക്കും പറ്റാം, ആർക്കും പറ്റാം. പക്ഷേ ഇതൊക്കെ പറ്റുന്നതിന് മുമ്പ് നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ട് ഉടനെ തന്നെ ഇത് ബ്രാഹ്മണരെ ഉദ്ദേശിച്ചായിരുന്നു എന്നുള്ളത്, അങ്ങനെ അവർ ബ്രാഹ്മണന്മാരല്ല, പകരം റിലയൻസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബനിയ കമ്മ്യൂണിറ്റിയാണ് എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങളൊക്കെ കേട്ട് തല മരവിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഇത് തിരുത്തണം എന്നെനിക്ക് തോന്നിയത്.